ലിജോ മോൾ കിടപ്പാണ്. ലിജോ മോള് അല്ലേ? മനസ്സിലായോ? സുഖാണോന്ന് ചോദിക്കുന്നില്ല, കാരണം സുഖമില്ലാന്ന് അറിയാം. കൈയൊന്നും കൂപ്പണ്ട, ഞാൻ ദൈവമൊന്നല്ല കൈ കൂപ്പൻ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കെല്ലാം അറിയാം ബോച്ചയെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ബോച്ചയുടെ സോഷ്യൽ വർക്കിനെ കുറിച്ച് നമുക്കറിയാം. എല്ലാവർക്കും പറ്റുന്നവർക്കെല്ലാം ബോച്ചയ്ക്ക് ആവുന്ന വിധത്തിലൊക്കെ സഹായമൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു, എബിൻ എന്ന് പറയുന്ന പയ്യൻ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ഒരു ലോട്ടറി കച്ചവടമൊക്കെ നടത്തി. അത് GCN എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മളൊക്കെ കണ്ടതാണ്. ആ പയ്യൻ്റെ വീഡിയോ അങ്ങനെ എല്ലാവരും കണ്ടു. അങ്ങനെ അത് ബോച്ചയുടെ അടുത്തും എത്തി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പയ്യൻ എല്ലായിടത്തും നടന്ന് ലോട്ടറി വിൽക്കുന്നു. കാരണം അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ല. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ വയറ്റിൽ 2 മുഴയുണ്ട്. അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പുള്ളി ഈ ലോട്ടറി കച്ചവടം നടക്കുന്നത്. അതുമാത്രമല്ല, അവരുടെ വീട്ടിൽ വേറെ വരുമാന മാർഗ്ഗവും ഇല്ല. അച്ഛനാണെങ്കിൽ ചെറുപ്പത്തിലേ ഉപേക്ഷിച്ച് പോയി. പിന്നെ അമ്മയുണ്ട്, സഹോദരിയുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ആഹാരം വേണം, അമ്മയ്ക്ക് മരുന്ന് വേണം. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ കുട്ടി ലോട്ടറി കച്ചവടം നടത്തിയിരുന്നത്. എന്നാൽ ബോച്ചയുടെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെട്ടു. അതോടൊപ്പം ഈ കുഞ്ഞിനെ വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അന്ന് ബോച്ച ഈ കൊച്ചിനോട് പറഞ്ഞിരുന്നു, എന്താ 5 ലക്ഷം രൂപ തരാം, ചികിത്സയ്ക്കായിട്ട് തരാം എന്ന് പറഞ്ഞിരുന്നു. അതിനോടൊപ്പം പുള്ളി പറഞ്ഞിരുന്നത്, എൻ്റെ സ്റ്റാഫുകൾ വന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ സ്റ്റാഫുകളല്ല, പുള്ളി നേരിട്ട് തന്നെ വന്നിരിക്കുകയാണ്. നേരിട്ട് തന്നെ വന്ന് ആ സഹായം അവരുടെ കയ്യിൽ എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താ രോഗം? എന്താ സുഖം? വയറ്റിനകത്ത് മുഴ അല്ലേ? എത്ര കാലമായിട്ടുണ്ട്? 3 വർഷം. 3 വർഷമായിട്ടുണ്ട് അല്ലേ? ഇത് ഓപ്പറേഷൻ ചെയ്യണോ? 19-ാം തീയതി സർജറിയാ. എവിടെയാ? കോട്ടയത്ത് പുഷ്പഗിരിയിലായിരുന്നു ആദ്യം കാണിച്ചോണ്ടിരുന്നത്. ഇപ്പൊ 2 മുഴയുണ്ടായോണ്ട് അവിടെ 2 കൂടെ നടക്കത്തില്ല. 3 മാസം കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിന് നടക്കത്തുള്ളൂ. ഒരെണ്ണം ഇപ്പം 19-ാം തീയതി നടന്നാലും പിന്നെ 3 മാസം നടന്ന് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ 2 കൂടെ കോട്ടയം മെഡിക്കൽ കോളേജ് നടക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട്, അവിടെ ചെയ്യാനായിട്ടാ. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നു കേട്ടോ. ധൈര്യമാണ് മരുന്ന്, ധൈര്യമായിട്ട് ഒന്നും പേടിക്കണ്ട. ഞാൻ വീഡിയോ കണ്ടു, അനന്തോ ഇട്ട് തന്നതും അനന്തോ വെരി ഗുഡ്. കാരണം ഇങ്ങനെ നല്ല നല്ല വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ശരിക്കുള്ള ആ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് മാറുകയാണ്. നിങ്ങൾ റിയലി അപ്രീഷിയേറ്റ്. അത് കാരണം അത് കാണാൻ പറ്റി. GCN എന്ന് പറഞ്ഞ ന്യൂസ് ചാനലിലെ ആ പുള്ളിയാണ് ഈ വീഡിയോ ഇട്ടത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം അറിഞ്ഞത് ഈ ഒരു 7ാം ക്ലാസ്സുകാരെ ലോട്ടറി വിൽപ്പനയ്ക്ക് ഇറങ്ങി എന്നുള്ള കാര്യവും, ആ കുട്ടിയുടെ അമ്മയുടെ അസുഖത്തിൻ്റെ കാര്യം, അവരുടെ വീടിൻ്റെ കാര്യവും, അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ അപ്പൻ അവരെ ഉപേക്ഷിച്ച് പോയ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ടാണ് ബോച്ചയുടെ കയ്യിൽ ഇത് എത്തുകയും ചെയ്തത്. ബോച്ച അയാളെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. കാരണം ഇതുപോലുള്ള ആൾക്കാരൊക്കെ നല്ല നല്ല വീഡിയോകളൊക്കെ ഇടുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായി തീരും. മറ്റുള്ളവരുടെ അടുത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തുന്നത് വഴി ആർക്കെങ്കിലും ഇവരെ കുടുംബത്തിനെ സഹായിക്കാൻ തോന്നിയാൽ അതും ഒരു നല്ല കാര്യം തന്നെയല്ലേ. ബോച്ച എന്തായാലും 5 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചു. അതോടൊപ്പം അവരുടെ വീടിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. വീടുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അമ്മയ്ക്കൊരു ജോലിക്ക് എടുക്കാൻ പോകാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ സാമ്പത്തിക സഹായങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. അവരുടെ നിത്യേന ചിലവൊക്കെ കഴിയണം. അതുമാത്രമല്ല, ഓപ്പറേഷൻ കഴിഞ്ഞാൽ പോലും അവർക്ക് ഒരുപാട് മരുന്നുകളും കാര്യങ്ങളും അവരൊന്ന് ക്യൂർ ആവുന്നോടം വരെ അവർക്ക് എന്തായാലും നല്ലൊരു സഹായം ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ മറ്റുള്ളവരിൽ എത്തുന്നത് വഴി അങ്ങനെ നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ അവരെ സഹായിക്കുകയാണ്. അത് അത്രയും കൂടെ നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ബോച്ച അയാളെ അഭിനന്ദിക്കുകയും ചെയ്തത്. നല്ലൊരു പ്രവൃത്തി നിങ്ങൾ ചെയ്തു, ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ സേവനം കൂടിയാണെന്ന് പറഞ്ഞ് ബോച്ചയെ അഭിനന്ദിക്കുന്നത് അയാളെ. ബാക്കി കൂടെ കേട്ട് നോക്കാം. ഓൻ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എബിൻ ഞാൻ വീഡിയോ കണ്ട്. സൂപ്പർ, ഭയങ്കര ഡയലോഗാണ് ആള്. 2 മക്കളാണ് അല്ലേ? എന്റെ 3ാമത്തെ വയസ്സിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയി. ഈ മോക്ക് 3 മാസം പ്രായമുള്ളപ്പോഴാണ് ആണോ അച്ഛൻ ഉപേക്ഷിച്ചു പോകുന്നത്. ഇവരുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയാ? അച്ഛനില്ല. ഈ മോക്ക് 3 മാസം പിന്നെ 3 വയസ്സും ഉള്ളപ്പോഴാണ് പിതാവ് കളഞ്ഞിട്ട്. നമ്മളൊക്കെ ഉണ്ട്, ഒന്നും പേടിക്കണ്ട. സ്മാർട്ടാ, വലിയ പുള്ളിയാവും. അമ്മാരി ഡയലോഗല്ലേ. നമുക്ക് മറ്റു വഴി നോക്കാം. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഒരാളെ സംഘടിപ്പിക്കും, ഞാൻ മാസം ശമ്പളം കൊടുക്കാം, അത് വെച്ചിട്ട് നമുക്ക് ലോട്ടറി വിൽപ്പന നടന്നോട്ടെ. കേരള ബൈക്ക് കൊറിയ ഒരു വരുമാനമാണല്ലോ, നടന്നോട്ടെ, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഒന്നും പേടിക്കേണ്ട. നമ്മൾ ഒരു 5 ലക്ഷം രൂപയുണ്ട്, പറ്റാവുന്ന സഹായം. അവിടെ ഒന്നും വേണ്ട, ഫോർമാലിറ്റി ഒന്നും വേണ്ട. പറഞ്ഞ വാക്ക് പാലിച്ചു. ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ആണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഭാവി പരിപാടികൾ ഇനി എന്തൊക്കെയാണ്. വീടൊക്കെ സ്വന്തമാണോ? വീട് സ്വന്തം. 2 പേര് കൂടി വെച്ച് തന്നത്. 4 സെന്റ് വസ്തു ഒരാൾ തന്നു, 2 പേര് കൂടി വെച്ച് തന്ന വീട്. ഓ ശരി. അപ്പൊ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തോ? 19-ാം തീയതി. ബോച്ചയ്ക്കും അഭിനന്ദനങ്ങൾ. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയതിൽ. ബോച്ചെ ഫാൻ അസോസിയേഷന്റെ പേരിലാണ് ബോച്ച ഈ 5 ലക്ഷം രൂപ അവർക്ക് കൈമാറിയിരിക്കുന്നത്. അത് വലിയ കാര്യം തന്നെയാണ്. 5 ലക്ഷം രൂപ ഒരാൾക്ക് മനസ്സറിഞ്ഞ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇനിയും ബോച്ചയ്ക്ക് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അതോടൊപ്പം ആ അമ്മയ്ക്ക് എത്രയും വേഗം അസുഖം സുഖപ്പെട്ടിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അത്താണിയായി നിൽക്കേണ്ട അമ്മയാണ്. അപ്പോൾ അവർ രോഗക്കിടക്കയിൽ അങ്ങനെ പോകാൻ പാടില്ല. നല്ല നല്ല ആൾക്കാർ സഹായിക്കട്ടെ. ഇനിയും ആ കുഞ്ഞു ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.